കാര്യം വിലക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല. ഇതില്ലെങ്കിൽ അടുത്ത പ്രശ്നം വരും. പ്രശ്നങ്ങൾ തീർന്നുകൊണ്ട് ഒരിക്കലും ഒരു സമൂഹമല്ലേ. അതോടൊപ്പം തന്നെ മയക്കുമരുന്നിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് മേഖലയിലാണ് ഇതില്ലാത്തത്? ആ ഉള്ള മേഖലകളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറവായിരിക്കും ചിലപ്പോൾ സിനിമാ മേഖലയിൽ. എന്നെ പോലും വിളിച്ചിട്ടുണ്ട്. പല ക്യാമ്പയിനുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സ്കൂളുകളിലേക്കുള്ള ക്യാമ്പയിന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് കൂടുതൽ, അല്ല സിനിമയിലൊന്നും അല്ല. അത് ടിനി ടോമിന് വ്യക്തിപരമായി എന്തെങ്കിലും ചിലപ്പോൾ ഫീൽ ചെയ്തത് കൊണ്ടാകാം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ള പവിത്രമായ, ഇതൊന്നുമില്ലാത്ത, കളങ്കമില്ലാത്ത അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അത് സിനിമയിൽ മാത്രമല്ലെന്ന് മാത്രം ഞാൻ പറയും. ഞാനും പറയുന്നുണ്ട്, എല്ലാ മേഖലയിലും. ഞാൻ എടുത്തു പറഞ്ഞു, എല്ലാ മേഖലയിലും ഇതുണ്ട്. സിനിമ ഉണരട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരട്ടെ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഉണർന്നു അല്ലേ? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. നമസ്കാരം. ഒരു പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്ന് എൻ്റെ കൂടെ ഒരു അതിഥിയാണുള്ളത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, പേര് പറയണോ? വേണ്ടല്ലോ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയാം. നമസ്കാരം. നിങ്ങളെ അറിയില്ല പിന്നെ ആരാ? സുധീർ കരമേഖനെ അറിഞ്ഞില്ല പിന്നെ ആരല്ല അറിയുന്നത്? നല്ലൊരു സിനിമയുടെ ഭാവമാണ് വീണ്ടും നിങ്ങൾ അഭിനയിച്ചു വയ്ക്കുന്ന ഒരേ കഥാപാത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ കഥാപാത്രം. വിത്തിൻ സെക്കൻഡ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ബ്യൂട്ടി എന്നാണ് നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ സുധീരേട്ടൻ പറയുന്നത്. അത് അത്ര വിഷ്വൽ ബ്യൂട്ടി പറയാൻ കാരണം വിജീഷ് ബി വിജയൻ എന്ന് പറയുന്ന സംവിധായകൻ, പുതിയ സംവിധായകനാണ്, ആദ്യമായിട്ട് സംവിധാന രംഗത്തേക്ക് വരുന്നു. ഡോക്ടർ സംഗീതാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് പ്രകൃതിയോടുള്ള താല്പര്യവും എല്ലാമാണ് ഇതിനകത്ത് കൂടുതൽ എനിക്ക് ആദ്യമേ വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ ഞാനൊരു ജോഗ്രഫി സ്റ്റുഡൻറ്റും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രകൃതിയും നേച്ചറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രകൃതിയെ വളരെ നല്ല വിധത്തിൽ ഒപ്പുന്ന ഒരു സിനിമ, പ്രകൃതിയുടെ ആചാരങ്ങളും എല്ലാം വളരെ വ്യക്തമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സിനിമ. ഇപ്പോൾ ഈ എല്ലാം ആധുനികവൽക്കരിച്ചു കൊണ്ടുള്ള സിനിമകളാണല്ലോ കൂടുതലും കാണാൻ കഴിയുക. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചും കാടിനെക്കുറിച്ചും നന്മയെക്കുറിച്ചും, നന്മയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതും, അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് തന്ന കഥാപാത്രം LTT ഗണേശൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു തെറിച്ചവൻ, ഒരു തെറിച്ച് മാറി നിൽക്കുന്ന ഒരു കഥാപാത്രം. അതൊക്കെ രസമാണ്. നമുക്ക് വ്യത്യസ്ത കഥാപാത്രങ്ങളോട് സഞ്ചരിക്കുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും ഒരു ത്രില്ല് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഈ കാട്ടിലൂടെ ഉള്ള LTT പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് വേറെയാണ്. അല്ല, പ്രഭാകരനല്ല, ഇത് ഗണേശനാണ്. നമ്മൾ കേട്ടിരിക്കുന്നത്. അത്തരം ഒരു കഥ ഉണ്ടോ അതിനകത്ത്? അല്ല, ഇദ്ദേഹം ശ്രീലങ്കയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീലങ്കയിൽ നിന്നും വന്നതാണ്. LTT എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരാറുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ശ്രീലങ്കയിൽ നിന്ന് വന്നുകൊണ്ടാണ് LTT എന്ന് വിളിക്കുന്നത്. ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കഥാപാത്രം, വളരെ പരുക്കനായ ഒരു കഥാപാത്രം. കുടുംബ പശ്ചാത്തലവും കാണിക്കുന്നുണ്ട്, എന്നാൽ ഒരു ദൈവികമായ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടും ഒരു വളരെ ജീവിതത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായി നമുക്ക് തോന്നാം. ഞങ്ങൾ വേറെ സിനിമകളിലും പരുക്കനായ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കുറേ സിനിമകൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രേക്ഷകർ പല രീതിക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രേക്ഷകർ ഒരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടി താങ്കളെ കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ദൈവാനുഗ്രഹം തന്നെ പറയാം. ഒരുപാട് പോലീസ് ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് കള്ളനം ചെയ്യാൻ കഴിഞ്ഞു, ഹൈക്കോടതി ജഡ്ജ്, കള്ളുപിടിയൻ, പെണ്ണുപിടിയൻ തുടങ്ങി ഇങ്ങനത്തെ കഥാപാത്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് എങ്ങനെ മറ്റിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പോലീസ് വേഷം ഞാൻ ചെയ്യില്ല എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പോലീസ് വേഷം ഞാൻ ചെയ്ത് അടുത്ത് ആ ചെയ്യുന്ന പോലീസ് മറ്റേ പോലീസ് ഈ പോലീസ് തമ്മിൽ എന്ത് വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പം അത്തരത്തിൽ പരിക്കൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. സപ്തമശ്രീ തസ്കര എന്നുള്ളൊരു പരിക്കൻ കഥാപാത്രമുണ്ട്, പക്ഷേ കഥാപാത്രത്തിൻ്റെ ഒരു ഛായ തന്നെ വേറെ ആയിരുന്നല്ലോ. അത്തരത്തിൽ ഇതും ഒരു വ്യത്യസ്തമായ ഒരു ഇത് തന്നെയാണ്. നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സിനിമയാണ്. ഇന്ദ്രൻ ചേട്ടനാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അഭിനയത്തിൽ വളരെ വിഭിന്നമായ ഒരു അഭിനയ ശൈലി മലയാള സിനിമയിൽ ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഇന്ദ്രൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ചെയ്യുന്നൊരു സിനിമയാണ്, നന്മയാണ് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹമേ നന്മയുടെ ആളാണ്. അപ്പൊ പിന്നെ നല്ലതായിരിക്കും. ഈ പ്രകടനോടൊപ്പം അലൻസിയർ ഉണ്ട്. വളരെ നമുക്കറിയാലോ, ആ ഒരു കോമ്പിനേഷൻ വളരെ രസകരമായി. അലൻസിയർ ആ ഒരു കോമ്പിനേഷൻ നല്ല വിധത്തിൽ വർക്കൗട്ട് ആയി. നല്ല ആർട്ടിസ്റ്റുകളും വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതെ. പിന്നെ ഇതിൽ നിന്നെല്ലാം എനിക്ക് സംവിധായകനിലും രചയിതാവിലും എനിക്ക് കണ്ടൊരു പ്രത്യേകത, ഈ നമ്മൾ മൂന്നുപേരെയും, ഇന്ദ്രൻ ചേട്ടനെയും അലൻസിയറിനെയും എന്നെയും ഒരു സൈഡിൽ നിർത്തുകയും അതിനോടൊപ്പം തന്നെ 10, 18, 20 വയസ്സിനോടുള്ള ഒരു യങ്സ്റ്റേഴ്സിനെ 3 പേരെ നിർത്തിക്കൊണ്ട് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസണും ഇവർ തമ്മിലുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാട്ടിനകത്ത് പെടുന്ന 6 പേരുടെ വ്യത്യസ്തമായ, ഈ 6 പേരിലും വ്യത്യസ്തമായ ജീവിത രീതികളും
എല്ലാം വളരെ രസമായിട്ട് തന്നെ തോന്നുന്നു. എനിക്ക് പ്രസ് മീറ്റിൽ നമ്മുടെ ബാലതാരമായിട്ട് ആ പയ്യന്റെ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ആ പയ്യൻ പറയുന്നത് പഠിച്ചിട്ട് പറയുകയാണ്, സിനിമയോടുള്ള ഇഷ്ടമാണ് ആ പയ്യൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ട്. നല്ല ആ സംഭാഷണ രീതി, അതൊക്കെ സിനിമയിൽ അതുപോലെ തന്നെ. രണ്ട് ബാലതാരങ്ങളാണ്. ഒന്ന് സംവിധായകന്റെ മകൻ, നമ്മളെ നിർമ്മാതാവിന്റെ മകൻ തന്നെയാണ്, ഡോക്ടറുടെ മകൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിനെ കേട്ടില്ലേ, 30 ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ ഉണ്ടാകുന്നില്ല, ഹി വാസ് ബിഹൈൻഡ് ദ ക്യാമറ, ഹി വാസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ ആൻഡ് ഹി വാസ് സ്റ്റഡിങ് വാട്ട് ഫിലിം ഈസ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ. ഈ പ്രകൃതിയോടുള്ള ക്രൂരതയാണല്ലോ, പ്രകൃതിയോടുള്ള ക്രൂരത ഇപ്പൊ നടക്കുന്നുണ്ട്. നമുക്ക് ഓരോ ദുരന്തങ്ങൾ കാണുമ്പോൾ പ്രകൃതിയോടുള്ള, നമുക്ക് 2002 പ്രളയം തന്നെ അതിന്റെ ഒരു ഭാഗമാണ്, പ്രകൃതിയോടുള്ള ക്രൂരത. അതൊക്കെ ഈ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയോടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അത്ര ക്രൂരതകൾ പറയുന്നുണ്ട്. പ്രകൃതിയുടെ ഒരുപാട് കാടിനെ ഉപദ്രവിക്കുമ്പോൾ കാട് എങ്ങനെ മനുഷ്യനോട് തിരിച്ച് പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന്റെ പല കാര്യങ്ങളിലും ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇത് സംസാരിക്കുകയാണ് ഈ കഥ. അതെ അതെ അതെ. പ്രകൃതി കാട്ടിലൂടെയുള്ള ഒരു യാത്രയിലൂടെ ഒരു കാടും കാടിന്റെ സംസ്കാരത്തെക്കുറിച്ചും എല്ലാം അതിനകത്ത് പ്രതിഫലിക്കും. അത്തരം ഒരു രീതി വരുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്ട് കൂടെ ആയി മാറും. അതാണ് എനിക്കൊപ്പം തന്നെ മയക്കുമരുന്നിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം മൊത്തം. ഇല്ല, അത് ഈ സിനിമയില് മയക്കുമരുന്നിനെ കുറിച്ചും ചർച്ച ചെയ്യും. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ തലമുറകളിൽ ഉണ്ടാകുന്ന അന്തരം അത് അതിലാണ് മെയിനായിട്ട് പറയുക. അപ്പൊ എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദമാണല്ലോ മയക്കുമരുന്ന്, അല്ലേ? സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ നാശമായി മാറി. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ പറഞ്ഞല്ലേ ലൈം ലൈറ്റ് അല്ലെങ്കിൽ അഭ്രപാളി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് സിനിമ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ മാസ് മീഡിയ ആൻഡ് ഇറ്റ് ഫോക്കസ് മൂവ് എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും അതിലേക്ക് നമ്മളെ വീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സിനിമയിലുണ്ടാകുന്ന കാര്യം കുറച്ചുകൂടെ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഏത് മേഖലയിലാണ് ഇതില്ലാത്തത്? ആ ഉള്ള മേഖലകളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറവായിരിക്കും ചിലപ്പോൾ സിനിമാ മേഖലയിൽ. പക്ഷെ സിനിമയിലുള്ളതെല്ലാം ഓപ്പണാണ്, മറവുകളില്ല. ഒരാൾ മറച്ചാലും മറ്റാൾ തുറന്ന് കാണിച്ചിരിക്കും. മറവുകളില്ലാത്തൊരു മേഖലയാണ് സിനിമ. അതുകൊണ്ട് സിനിമയിലൊന്നും ഞാൻ പറയില്ല, എല്ലായിടത്തും ഉള്ളതുപോലെ അതിനെല്ലാം സമൂഹത്തിന് വിഭക്തി വരുത്തുന്ന എല്ലാത്തിനുമെതിരെ എതിർക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ട ഒരു ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും സാംസ്കാരികപരമായിട്ടും എല്ലാവരും പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിനെ മാറ്റി നിർത്താൻ കഴിയും. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു പ്രവർത്തന രീതി കൊണ്ട് ഫലം കാണുന്നുണ്ടോ? ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഷാഡോ പോലീസിനൊക്കെ ഇടാൻ, സെറ്റുകളിലേക്ക് ഷാഡോ പോലീസിന് ഇടാൻ തീരുമാനിക്കുന്നു. വലിയൊരു കാര്യമാണ്. ഷാഡോ പോലീസിന് ഇടാൻ, ഇത്രയും വിഷയങ്ങൾ ഷാഡോ പോലീസിന് ഇടാൻ സിറ്റി കമ്മീഷണർ തീരുമാനിക്കുന്നു. അങ്ങനെ ലൊക്കേഷൻ ഷാഡോ പോലീസ് വരുന്നു. അതൊക്കെ എത്രമാത്രം ഫലം കാണുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യത്തിനും there will be merit and demerit. എന്ത് കാര്യമായിക്കോട്ടെ. ഇപ്പം ഞാൻ ഈ പറയുന്നല്ലോ, ഈ സിനിമാ മേഖലയെക്കുറിച്ച് ഇത്രത്തോളം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവിടെയൊക്കെ കുട്ടികളിലേക്ക് സ്കൂളുകളിൽ വരും? അതിനെക്കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട മേഖലകളുണ്ട്. അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തിൽ ഇത് വരാതിരിക്കണമെങ്കിൽ ആദ്യം എവിടെയാണ് തുടക്കം? എവിടെ നിന്നാണ്? അതെ, തുടക്കം എന്നല്ല ഞാൻ പറയുന്നത്. തുടക്കം ഒരിക്കലും സ്കൂളിൽ നിന്ന് ഞാൻ പറയില്ല. എവിടെയാണ് അത് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്? അത് ഏറ്റവും പ്രധാനമായിട്ട് കാണുള്ള വിദ്യാഭ്യാസ മേഖലകളിലാണ്. അവിടെ ഇപ്പോഴത്തെ യാതൊരു സംശയമില്ല കേട്ടോ, ഇപ്പോഴത്തെ സർക്കാർ നല്ല രീതിയിൽ അതിനുവേണ്ടി ഒരുപാട്, ഞാൻ ഉൾപ്പെടെ എന്നെ പോലും വിളിച്ചിട്ടുണ്ട് പല ക്യാമ്പയിനുണ്ട്. ഞാൻ മുന്നിൽ പോയിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സ്കൂളുകളിലേക്കുള്ള ക്യാമ്പയിന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെയാണ് കൂടുതൽ, അല്ല സിനിമയിലൊന്നും അല്ല. സിനിമയൊക്കെ ഈ പറയുന്നുണ്ട്, അത് എല്ലായിടത്തും ഉള്ളതുപോലെയുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരാളല്ല, എല്ലാ സംഘടനകളും. ഈ സിനിമയുടെ ഈ വിഷയം വന്നപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമയിലെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സമയത്തിന് ഷൂട്ടിങ്ങിന് വരുന്നില്ല. അതൊക്കെയാണ് ഇവർ തുറന്ന് കാണിക്കില്ല. അതിനെക്കുറിച്ച് തുറന്ന് കാണിക്കുക എന്നുള്ളതല്ല. അതിനെക്കുറിച്ചൊക്കെ ഇപ്പം ഞാനോ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളല്ലാതെ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സംഘടനകൾ ചർച്ച ചെയ്യുകയും അവർ ഓൾറെഡി പ്രസിഡന്റോടെ പറയുകയും അതിന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുകയും അതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കുകയും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് പോലും നമ്മൾ വിലയിരുത്തേണ്ടവരല്ല. അതിനെക്കുറിച്ചെല്ലാം വീണ്ടും പുനർചിന്തകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. എന്തും നല്ലതിന് വേണ്ടിയായിരിക്കും, എല്ലാം നല്ലതായിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്യും. ഒരു ലൊക്കേഷനിൽ, ഇപ്പോൾ താങ്കൾ അഭിനയിക്കുന്ന ഒരു ലൊക്കേഷനിൽ രാവിലെ 6 മണിക്ക് ഷോട്ട് റെഡിയാണ്. അപ്പം 6 മണിക്ക് നമുക്ക് ആ സൺസെറ്റ് ഉൾപ്പെടെ കിട്ടണമെന്ന് പറയുകയും അവിടെ ആ സമയങ്ങൾ
ചില താരങ്ങൾ വരാ പേര് ഉൾപ്പെടെയാണ് പറഞ്ഞത്, ചില താരങ്ങൾ വരാതെ ഇരിക്കുമ്പോൾ ഇല്ല. താങ്കളൊക്കെ ഒരു സീനിയർ ആണ്, പോയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇല്ല. ഏതാണ്ട് 200-225 സിനിമകളായിട്ടുണ്ട്. ഇതുവരെ ഞാൻ അത്തരത്തിലൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല. ഞാൻ ലൊക്കേഷനിൽ എപ്പോഴാണോ 6 മണിക്കെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതുവരെ ഞാൻ അത്തരത്തിലൊരു സിറ്റുവേഷൻ, ഞാൻ ഒരാളിനെ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അസുഖമായി ആർക്കെങ്കിലും വയ്യാതിരുന്നാൽ അത് നാച്ചുറലി അത് നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. അല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതും ഉണ്ടായിട്ടില്ല കേട്ടോ, എൻ്റെ അനുഭവത്തിൽ അതും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് പെർഫെക്റ്റ്, ഇറ്റ്സ് മൂവിങ് പെർഫെക്റ്റ്ലി. എന്തോ ഒന്നോ രണ്ടോ വേറിട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മൊത്തത്തിലൊരു വ്യവസായത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ അത് 1-2 പേരിൽ നിന്നാണ് സിനിമാ മേഖല അത് ഈ 1-2 എന്നുള്ളത് ആ ഒരു ഇതിലല്ല ഞാൻ പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പെസിഫൈ, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം എനിബഡി. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇത് ഒരു ജനറലൈസ് ചെയ്യുന്നത് ഒന്നിനും ശരിയായ ഒരു കാര്യമല്ല. താങ്കൾ താരസംഘടന എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെയാണ് അല്ലെ? താരസംഘടനയൊക്കെ ഇതിനു വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിലൊക്കെ ഇടവേള ബാബു താങ്കളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് മെമ്പർ, താങ്കളൊന്ന് എവിടെ ഷൂട്ടിലാണ്ട് അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതാണ് ആ യോഗത്തിലൊക്കെ. നല്ലൊരു കൃത്യമായ തീരുമാനം എടുത്ത് നിർമ്മാതാക്കളും എല്ലാവരും ചെയ്ത് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. അപ്പൊ കൃത്യമായി ഇടപെട്ട് പോകുന്നുണ്ട് താരസംഘടന, എല്ലാ സംഘടനയും ഇടപെട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ പത്രസമ്മേളനങ്ങൾ ഭിന്ന അഭിപ്രായങ്ങൾ വരുന്നു, അതാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഞാൻ ഈ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്, ഒരു സംഘടനയിൽ അഭിപ്രായം പറയണമെങ്കിൽ സംഘടനയിൽ തീരുമാനം വരണം. സംഘടന എടുക്കുന്ന തീരുമാനം സംഘടനയിൽ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവണം. അവരെയാണ് അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ എല്ലാവരും അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചോദ്യം എന്ത് ചോദിച്ചാലും അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ കഴിയില്ല. കാരണം അതിന് ഉത്തരം തരണമെങ്കിൽ ഞാൻ ഐ ഷുഡ് പ്രസന്റ് ഇൻ ദി മീറ്റിംഗ്, ജനറൽ ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നുള്ളതിൽ ഞാൻ പ്രസ്സിൽ പറയാവൂ എന്നൊരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ മറികടക്കുന്നുണ്ട് ഇവിടെ ചിലർ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ പറയത്തുമില്ല. മനസ്സിലാണല്ലോ കമ്മിറ്റി. അതെ, നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എവിടെയാ? കമ്മിറ്റി പറയാം, നോട്ട് ഇൻ പബ്ലിക്. അതാണ് ഒരു മര്യാദ. അല്ല, അത്തരം അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ആരും അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നുമില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നില്ല. പലവരും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പബ്ലിക് ഇതിലല്ല. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അല്ല, അങ്ങനെ പറയുമ്പോൾ ഇപ്പം ടിനി ടോം തന്നെ ഒരു പ്രസ്താവന ഇറക്കി. ഒരിക്കലും ഒരു പത്രസമ്മേളനത്തിലൊന്നും പറഞ്ഞു. അല്ല, പബ്ലിക് ഫംഗ്ഷനാണ് പറയുന്നത്. അല്ല, ഒരു കലോത്സവത്തിന് പബ്ലിക് ഫംഗ്ഷനിൽ പറഞ്ഞു തന്റെ മോനെ സിനിമയിൽ വിടാൻ ഭയമാണ്, താൻ കണ്ടുവന്നിരുന്ന പല്ല് പൊടിയുന്ന ഒരു നടനെ കണ്ടു. അല്ല, അത് ടിനി ടോമിന് വ്യക്തിപരമായി എന്തെങ്കിലും ചിലപ്പോൾ ഫീൽ ചെയ്തത് കൊണ്ടാകാം. അതാണ് ചോദിച്ചത്. ഞാൻ അതിന്റെ ഉത്തരം ശരിക്കും ടിനി ടോമാണ് പറയേണ്ടത്, ഞാനല്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ടിനി ടോം എന്ന് പറയുന്നത് അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായി അപ്പോഴെന്തെങ്കിലും തോന്നിയതിന്റെ ഒരു സംഭവം തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതാകാം. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. വ്യക്തിപരമായി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് ഒരിക്കലും പ്രസ്സിലല്ല പറഞ്ഞത്, പബ്ലിക് ഫംഗ്ഷനിലാണ് പറഞ്ഞത്. പബ്ലിക് വെച്ചാൽ പുള്ളി ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി ആളുകൾ അത് ആരാണെന്ന് അറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു. മഴയത്ത് നിൽക്കുകയാണ് പല താരങ്ങളും. അതും അത്രയും ഒരു വിഷയങ്ങളുണ്ട്. പല താരങ്ങളും മഴയത്ത് നിൽക്കുകയാണ്, നനഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് പേര് പറയാതെ പോകുന്നുണ്ട്. പേര് പറയാത്തൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല. അത് എക്സൈസ് ഒക്കെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടുപിടിക്കുന്നുണ്ട്. ബാബുരാജ് ഇതേപോലെ പറഞ്ഞൊരു എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പേര് പറയാം, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ബാബുരാജ് എന്റെ ഇന്റർവ്യൂവിൽ പറയുന്നു, വലിയൊരു സംഭവം ഉണ്ടായി. വലിയൊരു പ്രധാനപ്പെട്ട നടന്റെ പുറകിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പോയി കണ്ടപ്പോൾ നെട്ടിപ്പോയി, പ്രധാനപ്പെട്ട നടനാണ്, അതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിയമങ്ങൾ പോലും നടക്കാൻ കഴിയുന്നില്ല താരങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്നാണ് പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. ഞാൻ നിയമങ്ങൾ താരങ്ങൾക്ക് പ്രത്യേകം എന്ന് ഞാനത് പറയില്ല. നിയമങ്ങൾ താരങ്ങൾക്ക് പ്രത്യേകമായിരുന്നു എങ്കിൽ എന്തിനാ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെന്റും ഓരോരുത്തരും ഉൾപ്പെടെ എന്തിനാ പോകുന്നത്? ഇപ്പൊ എത്ര പേരാ പൈസ അടയ്ക്കേണ്ടി വരുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നിയമങ്ങൾ സിനിമാക്കാർക്ക് പ്രത്യേകമുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അത് ശരിയല്ല. പക്ഷേ സിനിമാക്കാർ ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞതായിട്ടാണ് പറഞ്ഞത്. രണ്ടുപേർക്ക് അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും തോന്നിയത് കൊണ്ടായിരിക്കും പറഞ്ഞത്. രണ്ടുപേരും വളരെ ശക്തമായി സംസാരിക്കാൻ കഴിവുള്ളവരും അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാകാം, അതായിരിക്കും അറിഞ്ഞിട്ടുണ്ടാകും, അറിഞ്ഞ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്.
ഈ പറയുന്ന കാര്യങ്ങൾ തെളിവുകളൂടെ നിരത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സംശയം വരും. ഇപ്പം സുധീരേട്ടൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലെങ്കിൽ സുധീരേട്ടൻ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടും എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് പൂർണ്ണമായി ഇതൊന്നും ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നുമില്ല. അത് പറയാനും പറ്റില്ല. അതും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പവിത്രമായ, ഇതൊന്നുമില്ലാത്ത, കളങ്കമില്ലാത്ത, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളത് ആകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും. അതുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് സിനിമയിൽ മാത്രമല്ലെന്ന് മാത്രം ഞാൻ പറയും. ഞാനും പറയുന്നുണ്ട് എല്ലാ മേഖലയിലും. ഞാൻ എടുത്തു പറഞ്ഞു എല്ലാ മേഖലയിലും ഇതുണ്ട്. സിനിമയിലാവുമ്പോൾ കുറച്ചുകൂടെ വാർത്താ പ്രാധാന്യം കൂടുന്നു. ഇറ്റ്സ് മാസ് മീഡിയ. ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നു. മറ്റുള്ള മേഖലയിലാവുമ്പോൾ വാർത്താ പ്രാധാന്യം ഉണ്ടാകില്ല. മീഡിയ മേഖലയിലാവുമ്പോൾ അത് കൊടുക്കാൻ മറ്റാരുമില്ല. അതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഞാൻ അവരെന്നെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം പറഞ്ഞത്. അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നാളെ ഒരു ക്യാപ്ഷനിൽ സുധീർ ഇന്നവരെ കുറ്റപ്പെടുത്തി എന്നുള്ളതാവണ്ട ക്യാപ്ഷൻ. ഒരിക്കലും ഇല്ല, അതല്ല ക്യാപ്ഷൻ. അത് ഞാൻ ആദ്യമേ പറയാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. അപ്പൊ അവർക്ക് വ്യക്തിപരമായി തോന്നിയ വിഷയങ്ങളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടാവാം. എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലിസ്റ്റ് വലിക്കുന്നവരുടെ, ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് അമ്മ സംഘടന ഉണ്ട് എന്നാണ് ബാബുരാജ് പറഞ്ഞത്. അങ്ങനെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എല്ലാവരും വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഔദ്യോഗിക കമ്മിറ്റിക്കകത്തുള്ള കാര്യങ്ങൾ എന്തായാലും കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആസ് എ ഡിസിപ്ലിൻഡ് കമ്മിറ്റി മെമ്പർ ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് ദെയർ ഓർ നോട്ട്, അതുപോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് വ്യക്തിപരമായ ഒരു ഉത്തരം തരേണ്ട ആള് ഇറ്റ് ഷുഡ് ബി പ്രസിഡന്റ് ഓർ ജനറൽ സെക്രട്ടറി. ഓക്കെ, ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ലിസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. ആ എക്സിക്യൂട്ടീവ് മെമ്പർ ഒന്ന് ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളെയും ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഞാനത് കമ്മിറ്റി പറയാമല്ലോ. അതെനിക്ക് ഒരു കമ്മിറ്റിയിൽ സംസാരിക്കും. അടുത്ത കമ്മിറ്റിയിൽ കൃത്യമായ ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും ചർച്ചകൾ ഉണ്ടാകുമല്ലോ. എന്തായാലും ചർച്ചകൾ വരും. കമ്മിറ്റി കൂടിയാണ്, ചർച്ചകൾ വരും. തീർച്ചയായിട്ടും ചർച്ചകൾ എല്ലാ വിഷയങ്ങളിലും. അമ്മ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ട് നല്ല വിധത്തിൽ ഡിബേറ്റുള്ള, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ എതിർ അഭിപ്രായമുള്ളവരത് പറയുവാനും അതെല്ലാം കേൾക്കുവാനും ഉള്ള കമ്മിറ്റി എവിടെയുണ്ട്. നല്ല സീനിയർ മെമ്പേഴ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ, ഇടവിള ചേട്ടൻ, സിദ്ദീഖ്, എല്ലാവരും ഉള്ളത്. മണിമല രാജേട്ടനുണ്ട്. എല്ലാവരും ഉള്ള നല്ല കമ്മിറ്റിയുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഇത്തവണത്തെ എക്സിക്യൂട്ടീവിലൊക്കെ കൃത്യമായ ഇവിടുത്തെ ഇഷ്യൂ ഒക്കെ ചർച്ച ചെയ്ത് പോകേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊരു പ്രധാനം ഈ താരങ്ങൾ പ്രമോഷൻ. ഇപ്പം സുധീരേട്ടൻ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വരുന്നു, പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നു, പ്രമോഷൻ ഇരിക്കുന്നു. നമ്മൾ ചെയ്ത ഒരു ജോലിയുടെ കൂറാണത്. നമ്മൾ ചെയ്യേണ്ടത് ബാധ്യതയാണ്. അത്തരം വരാത്തവർക്ക് എന്താണ് പറയാനുള്ളത്? പ്രമോഷൻ പോലും വരാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് സുധീറിനായിട്ട് അറിയാം, എനിക്കും അറിയാം. നമ്മൾ പല ശ്രമിക്കുന്നുണ്ട്, അവിടെ പോലും വരാത്ത ആളുകൾ ഇല്ല. ഞാനൊന്നും ചോദിക്കട്ടെ, ഇത് അവർ കാരണങ്ങൾ അവർക്ക് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ വ്യക്തിപരമായ കാര്യം വെച്ചാൽ, ഞാൻ ചെയ്ത ഒരു സിനിമ ചിലപ്പോൾ 1-1.5 വർഷം മുമ്പ് ചെയ്ത സിനിമയായിരിക്കാം. എനിക്ക് ഇന്നലെ രാത്രി 2 മണി വരെ ഷൂട്ടും ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരത്ത്. ഇന്നിപ്പോൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമ്മൾ നേരത്തെ ഈ സിനിമ കോൺട്രാക്റ്റിൽ തന്നെ പറയുന്ന ഒരു മെത്തേഡുണ്ട്. ആ സിനിമയുടെ ഒരു ഷൂട്ട് വേളയിൽ മാത്രമല്ല അവരോടൊപ്പം സഹകരിക്കുന്നത്. അവരോടൊപ്പം സിനിമ റിലീസ് വരെ സഹകരിക്കാം എന്നുള്ള ഒരു നിബന്ധന, നമ്മൾ ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ തീർച്ചയായിട്ടും എത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്തെങ്കിലും വിധത്തിൽ 1% എത്താനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഞാൻ എത്തുക തന്നെ ചെയ്യും. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറയുന്നത് ഞാൻ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല. ഒരുതപ്പെട്ട എല്ലാവരും എത്താറുണ്ട്. നമ്മളെ മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരെത്തുന്നില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ പില്ലേഴ്സായിട്ട് കാണുന്ന 2 പേരുണ്ട്, അവരെത്തുന്നില്ലേ? നമ്മൾ അവരെ കണ്ടാൽ പോരെ? അവരൊക്കെ ചെയ്യും. അവരെ കണ്ട് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ കണ്ട് പഠിക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ മാറും. നമുക്ക് അവരെ കണ്ടുപിടിച്ചാൽ നമുക്ക് എത്താനും തോന്നും. അതാണ് സത്യം. മൊത്തത്തിൽ സിനിമാ മേഖലയെ കുറിച്ച് ഇങ്ങനെ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അപ്പുറം നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ ഇടത്ത് ഇങ്ങനെ ആക്ഷേപം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമയായതുകൊണ്ടാണല്ലോ ഇത്രയും വരുന്നത്. പിന്നെ അതിൽ ചിലപ്പോൾ സന്തോഷിക്കുകയും ചെയ്യും കേട്ടോ, കാരണം സിനിമയായതുകൊണ്ടാണല്ലോ ഇത്രയും വരുന്നത്. രണ്ടുമുണ്ടല്ലോ. അപ്പോൾ വിഷമം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത്തരത്തിൽ അനാവശ്യ ചോദ്യങ്ങളുണ്ട്. സിനിമയിൽ ഇങ്ങനെയാണോ, സിനിമയിൽ ഒരിക്കലും അതിനെയാണ്. അത് എന്തുകൊണ്ട് പബ്ലിക് മനസ്സിലാകുന്നില്ല? അത് സിനിമയിൽ മാത്രമല്ല ഇത്തരത്തിൽ പ്രവണതകൾ എല്ലായിടത്തും നടക്കുന്നു. സിനിമയിൽ വരുമ്പോൾ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ ഒരാളിനെ വിരൽ ചൂണ്ടരുത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം,
ഇന്നൊരാൾ പൊങ്ങി നിൽക്കുന്നു, മറ്റൊരാൾ വീണ്ടും വരുന്നു. ഇറ്റ്സ് എ ഫ്ലോ, ഒഴുകുന്ന ഒരു നദി പോലെയാണ്. തീർച്ചയായിട്ടും അതിങ്ങനെ ഒഴുകി മാറി, ചിലതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലരിങ്ങനെ കരയ്ക്ക് അടിയുകയും ചെയ്യും. അത് അടുത്ത ഒഴുക്കിൽ ചിലപ്പോൾ അവർ വീണ്ടും നദിയിലേക്ക് വരുന്നു. ഇതിങ്ങനെ പോകുന്ന ഒരു ഒഴുകുന്ന നദിയാണ്. അപ്പോൾ ആ നദി കുറ്റപ്പെടുത്താനും ഇടയ്ക്കിടയ്ക്ക് ഒരു കല്ലെടുത്തെറിയാനും തോന്നുന്നത് അത്ര ശരിയല്ല. അങ്ങനെ എറിയാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. പറയേണ്ട സംഭവങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ, പബ്ലിക്കായിട്ട് പറയാതെ, അല്ലെ? അതല്ലേ കൃത്യം. സംഘടനകളാണെങ്കിലും അവിടെ വെച്ച് തന്നെ സംഘടനയ്ക്കകത്ത് പറയാം. ആർക്ക് സംഘടനകളുള്ള എല്ലാ സ്വാതന്ത്ര്യം. അതിനുവേണ്ടി നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ കാണാൻ കഴിയുന്നത്. എല്ലാ മേഖലകളിലും എല്ലാവർക്കും ഉണ്ട്. അവരവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ വ്യവസായം. സിനിമ വ്യവസായം എന്ത് നല്ല രീതിയിലാണ് പോകുന്നത്, സർക്കാരിന് എന്തുമാത്രം പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നൊരു പ്രസ്താവനയാണ് അപ്പോൾ അതിനെ പ്രസ്ഥാനത്തെ നമ്മൾ ഒരിക്കലും മോശപ്പെടുത്തി പറയാതെ പാടില്ല. ചെയ്ത നല്ല പ്രവൃത്തിയും പറയണമല്ലോ, അല്ലെ? ഈ സാധാരണ ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ എഡിറ്റിംഗ് ഒക്കെ കാണാൻ താല്പര്യപ്പെടാറുണ്ടോ? ഉണ്ട്. ചോദിച്ചു വാങ്ങുമോ? ചോദിച്ചു വാങ്ങുകയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ഒരാളല്ല. എഡിറ്റിംഗ് കാണാൻ ചോദിച്ചു വാങ്ങുന്ന ഈ ചോദ്യം എവിടെ കൊണ്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഈ പറയുന്നത്, നമ്മൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമുക്കൊരു അസസ്മെന്റ്. തീർച്ചയായിട്ടും അത് എല്ലാ ഷോട്ട് കഴിയുമ്പോഴും പോയി ഞാൻ നോക്കാറൊന്നുമില്ല. ചിലപ്പോൾ ഗെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി, എൻ്റെ മേക്ക് ഓവർ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദ ഫൈനൽ പേഴ്സൺ വിൽ ബി ദ ഡയറക്ടർ. തീർച്ചയായിട്ടും ഈസ് എ ക്യാപ്റ്റൻ, ഹീ ഷുഡ് ഡിസൈഡ്. അത് തന്നെയാണ്, അത് യാഥാർത്ഥ്യം അത് തന്നെയാണ്. നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് അവസാനം റിലീസിന് തൊട്ടുമ്പോൾ ഡയറക്ടർ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാനല്ല. അപ്പം ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ കസ്റ്റഡിയൻ. അതും പ്രൊഡ്യൂസറും. പ്രൊഡ്യൂസർ ഡയറക്ടറെ മാറ്റുന്ന മേഖലകളുണ്ട്, എത്ര സിനിമകൾ ഇപ്പം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ ഡയറക്ടർ. അപ്പോൾ ആർട്ടിസ്റ്റ് ഒട്ടും കൊച്ചെന്നൊന്നും ഞാൻ പറയില്ല, ആർട്ടിസ്റ്റും വളരെ വലുത് തന്നെയാണ്. എന്നുവെച്ചാൽ ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് വേണ്ടത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആർട്ടിസ്റ്റ് പറഞ്ഞ് എന്തുകൊണ്ടാണ് പലപ്പോഴും ഡയറക്ടേഴ്സ് കേൾക്കുന്നത്? തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആകാം, ആർട്ടിസ്റ്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആകാം. അതുകൊണ്ട് തന്നെയല്ലേ കേൾക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത്ര അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോയ പ്രശ്നമില്ല. എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനയിക്കുന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവും, അല്ലെ? ആ ഒരു കീഴ്വഴക്കം ശരിയല്ല. ഏതാണ്? എഡിറ്റിംഗ് കണ്ടിട്ട് ഞാൻ അഭിനയിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കീഴ്വഴക്കം ശരിയല്ലല്ലോ. അല്ല, അതൊന്നും ഞാൻ എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനയിക്കുമെന്നൊന്നും പറയുന്നതിനോടൊന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് ശരിയല്ല. ഡയറക്ടറാണല്ലോ തീരുമാനിക്കേണ്ടത്. ഡയറക്ടറിന്റെ വാക്കാണ് ഏറ്റവും വലുത്. അത്രയൊക്കെ വിഷയങ്ങളൊക്കെ നോക്കാം, അമ്മയൊക്കെ ഇടപെട്ട് കാര്യമൊക്കെ അറിയാം. അതെല്ലാം സോൾവ് ചെയ്തല്ലോ. അതൊന്നും ഒരു വലിയ സോൾവ് ചെയ്തിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങൾ. അതെല്ലാം സോൾവ് ചെയ്യും. എല്ലാം സോൾവ് ആയോ? ഇപ്പോൾ ആകും. ആയിട്ടില്ല. ആകും. അതിനുള്ള ചർച്ചകൾ നടക്കും. എല്ലാം സോൾവ് ആവുന്നുള്ള പ്രതീക്ഷ. സോൾവ് ആവാൻ വേണ്ടിയാണല്ലോ സംഘടനകൾ. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ഒരിക്കലും ഒരാളിനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല. അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു യാത്ര സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ജനാധിപത്യമായ നിലയിലേക്ക് പോകുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സിനിമയ്ക്ക് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2018 ഒരു സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചതുപോലെ, ജനങ്ങൾ ഉത്സവം ആക്കിയതുപോലെ സിനിമ ഉണരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരട്ടെ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഉണർന്നു അല്ലെ? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഞാൻ സിനിമ കാണാൻ പറ്റിയില്ല, ഞാൻ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കാണുന്ന സിനിമയെ ആയിരിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി പെർഫെക്ഷൻ ഇതായിട്ട് ഞാൻ കേട്ടു. ജൂഡ് ആന്റണിയുടെ ഞാൻ വിളിച്ചുമില്ല, ഞാൻ പടം കണ്ടിട്ട് വിളിക്കാനും ഇരിക്കുകയാണ്. ഇപ്പം ജൂഡിന്റെ ഒരു സിനിമ നല്ല രീതിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല സബ്ജക്ട്, ജൂഡിന്റെയും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഇതും പ്രകൃതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സിനിമ. ഇതും നല്ല രീതിയിൽ ഓടണം. ഇപ്പം താങ്കൾ കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇനി മനസ്സ് തുറന്ന് സംസാരിച്ചതിനെല്ലാം വേറെ ക്യാപ്ഷൻ ഇട്ട് മാറ്റി എഴുതരുത് എന്ന് മാത്രമേ. പറഞ്ഞത് മാത്രം കൊടുത്ത് ഞാൻ വിൽക്കുള്ളൂ, പറഞ്ഞത് മാത്രം കൊടുത്ത് മാത്രം ചെയ്യുള്ളൂ. എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് ഇനിയും നമുക്ക് ഈ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ സംഘടനകളുടെ പ്രശ്നങ്ങളും നടന്മാരെല്ലാം തിരിച്ച് ആരെയും വിലക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല. എവിടെയാ ജനാധിപത്യത്തിൽ പ്രശ്നങ്ങൾ തീരുക? ഇതില്ലെങ്കിൽ അടുത്ത പ്രശ്നം വരും. പ്രശ്നങ്ങൾ തീർന്നുകൊണ്ട് ഒരിക്കലും ഒരു സമൂഹമല്ലേ എങ്കിൽ പിന്നെ എല്ലാവരും ഒന്നുപോലെ ആയാൽ പോരെ? എല്ലാവരും പാല് കുടിച്ചാൽ പോരെ? ചിലർക്ക് പാല് വേണ്ട, ചിലർക്ക് ചായ മതി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങൾ തീരില്ല. ചിലർക്ക് ചായക്കകത്ത് തന്നെ പഞ്ചസാര വേണമെന്ന് പറയുന്നത്. അതെ. അപ്പം ഒരിക്കലും എല്ലാവരും ഒന്നുപോലെ ചിന്തിച്ചെങ്കിൽ പിന്നെ എന്താ? ഓരോ ഇൻഡിവിജ്വാലിറ്റീസ് ആണ്. ഓരോ ഇൻഡിവിജ്വാലിറ്റി മേക്സ് എ ഗ്രൂപ്പ്. അപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഒരിക്കലും പ്രശ്നം എന്ന് പറയുന്നത് തീരുന്ന ഒരു കാര്യമല്ല. അതാണ് പ്രശ്നം. അപ്പൊ അത് തുടർന്നു കൊണ്ടേയിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വരും. ഇതിനെല്ലാം കാലക്രമേണ ഒന്നൊന്നായിട്ട് പരിഹരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും.
ഈ തലപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ? ഈ ഓരോ പ്രശ്നങ്ങളൊന്നും തലവേദനയായി എക്സിക്യൂട്ടീവ് യോഗം വിളിക്കും, വരണം. അതൊന്നുമില്ല, അതൊക്കെ അതാണല്ലോ നമ്മൾ എക്സിക്യൂട്ടീവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അടുത്ത തവണ മത്സരിക്കുന്നുണ്ടോ? മത്സരം അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയാറായിട്ടില്ല. എന്തായാലും ഈ വർഷം ഇല്ലല്ലോ ഇലക്ഷൻ. അല്ല, ഇനിയുണ്ടല്ലോ ഈ വർഷം ഇല്ലല്ലോ ഇലക്ഷൻ. നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? ഇലക്ഷനിലെ കമ്മിറ്റി നന്നായിട്ട് പ്രവർത്തിക്കും. നല്ല പ്രവർത്തികൾ ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഇടവിള ചേട്ടന്റെ ഇതില് ലാലേട്ടൻ, സിദ്ദീഖ, മണിമലാചർ, ലാൽ സാർ, സിദ്ദീഖ് ലാൽ സാർ, എല്ലാവരും ഉള്ളൊരു കമ്മിറ്റിയല്ലേ. ശ്വേതാ മേനോനാണ് പ്രാധാന്യം കൂടി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യുകയും ചെയ്യും. നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, ബാബുരാജുണ്ട്, ടിനി ടോം ഉണ്ട്, ജയസൂര്യയുണ്ട്, രചന നാരായണൻകുട്ടിയുണ്ട്, ലെനിയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചത്, നമ്മൾ ഇന്നസെന്റ് ആയിട്ടൊക്കെ മരിച്ചപ്പോൾ യുവതാരങ്ങളൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നങ്ങളുണ്ടായി. അത് ഇടപെട വായിച്ചോണ്ടുണ്ട്. അതൊക്കെ ഇവരൊക്കെ എവിടെയായിരുന്നു? അത്ര ഒരു പ്രവണത ഈ യുവതാരങ്ങളെ കുറിച്ച് സുധീരേട്ടനൊക്കെ അറിയാമല്ലോ അതൊക്കെ. അല്ല, ഞാൻ സ്ഥലത്ത് ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കും ഉള്ളവരും വന്നിട്ടില്ല. അത് ഇടപെട തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അല്ല, മാനസികമായിട്ട് നമുക്ക് 18 വർഷം ഒരു സംഘടനയുടെ അമ്മയുടെ പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. എല്ലാവരും തന്നെയാണ് ഈ പറഞ്ഞ. ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു, ഞാൻ UK-യിലായിരുന്നു. അല്ലെങ്കിൽ ഞാനും എത്തിയേനെ. ഞാനത് വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും എത്തേണ്ടതുമാണ്. അതിപ്പം ഇന്നസെന്റിന്റെ എന്നല്ല, നമുക്കയുടെ പലയിടങ്ങളിലും എത്തേണ്ടത് എന്നുള്ള അത് എത്താൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. എനിക്ക് പലപ്പോഴും എത്താൻ പറ്റാത്തതിൽ ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ട്. ഒരിക്കൽ ശബരിമല വ്രതത്തിൽ ഇരിക്കുമ്പോൾ അപ്പോൾ മരണാനന്തര ചടങ്ങുകൾക്ക് പോകാറില്ല എന്ന് പറയും. ആ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു മരണം അമ്മയുടെ ഒരു സീനിയർ മെമ്പറിനുണ്ടായി. പോകാൻ പറ്റാത്തതിൽ ഞാൻ ഇന്നും ഏറ്റവും കൂടുതൽ വിഷമിക്കുകയാണ്. അതിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതിൻ്റെ വിഷമമുണ്ട്. അപ്പം ഞാൻ പറ്റുന്നിടങ്ങളിലെല്ലാം പോകുന്നുണ്ട്. ഞാൻ അറിയാതിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇടവേള ബാബു ചേട്ടൻ അവിടുന്ന് കറക്റ്റായിട്ട് എന്നെ വിളിച്ച് മെസ്സേജ് ചെയ്യുകയും ചെയ്യും. അത് എത്താൻ വേണ്ടിയുള്ളത് പറയുകയും ചെയ്യും. സുധീർ എവിടെയാണെങ്കിൽ എത്താൻ പറ്റണമെങ്കിൽ എത്തണം എന്ന് പറയും. അപ്പൊ പരസ്പരം എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ പറയുമ്പോൾ ഒരുപാട് പേര്, നമ്മളെല്ലാവരും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങളെ കുറിച്ച് വല്ലപ്പോഴെങ്കിലും ആൾക്കാരൊന്ന് പറഞ്ഞെങ്കിൽ സന്തോഷം തോന്നും. നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ മമ്മൂക്കായുടെ പ്രശ്നങ്ങളും അവിടെ ആളുകൾ പോലെ മരിക്കണമെങ്കിൽ കൊച്ചിയിലേക്ക് ടാക്സി വിളിച്ച് വന്നു മരിക്കണം എന്നൊക്കെ സംവിധാനം പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊക്കെ വലിയ വേദനയാണ്. പക്ഷെ മോൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വരാത്തൊരു വിളിച്ചു മോൻ. എന്റെ അച്ഛനുമായും നല്ല ബന്ധം ഉണ്ടായിരുന്നവരാണ് ഇവരെല്ലാവരും. അപ്പൊ അതൊക്കെ കാരണം എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം എനിക്ക് തോന്നുന്ന ഒരാളാണ്. അതല്ല ഞാൻ പുഴുങ്ങി തിന്നത് എന്ന് ചോദിക്കുന്ന മാമുക്കോയൊക്കെയുടെ ഒരു ഇതുണ്ട്. ദൂരെ ഒരു കൂട് കൂട്ടാം. അതൊക്കെ അച്ഛനും വീട്ടിലെപ്പോഴും പറയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളിതൊക്കെ ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇവരുടെ ഓരോരോ സംഭാഷണവും വ്യക്തിപരമായ അടുപ്പവും എല്ലാം.